സ്റ്റാൻലി യിൽനെറ്റ്സ് എന്ന ഈ ടീനേജ് പയ്യനാണ് നമ്മുടെ കഥാനായകൻ. ഒരു ദിവസം സ്റ്റാൻലി നടന്നു പോകുമ്പോൾ ആകാശത്തുനിന്ന് ഒരു പെയർ ഷൂസ് തന്റെ തലയിൽ വന്ന് വീഴുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ബേസ്ബോൾ പ്ലെയറായ ക്ലൈഡ് ലിവിങ്സ്റ്റൺ ഉപയോഗിച്ച ഷൂസ് ആണ് അത് എവിടെ നിന്നാണ് തന്റെ തലയിൽ വന്ന് വീണത് എന്നൊന്നും സ്റ്റാൻലിക്ക് അറിയത്തില്ല. എന്തായാലും സ്റ്റാൻലി അതുമായി വീട്ടിലേക്ക് ഓടിയപ്പോൾ അവിടെ സ്റ്റാൻലിയെ പിടികൂടാനായി പോലീസ് എത്തി. വില കൂടിയ ഷൂസ് മോഷണം നടത്തിയെന്ന പേരിൽ അവർ സ്റ്റാൻലിയെ അറസ്റ്റ് ചെയ്തു. പോലീസ് സ്റ്റാൻലിയുടെ വീട്ടിൽ പരിശോധനക്കായി എത്തിയപ്പോൾ സ്റ്റാൻലിയുടെ ബെഡ്റൂമിൽ ക്ലൈഡ് ലിവിങ്സ്റ്റൺ എന്ന ബേസ്ബോൾ പ്ലെയർ സൈൻ ചെയ്ത പോസ്റ്ററൊക്കെ ചുമരിൽ ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ പോലീസ് ഉറപ്പിച്ചു ക്ലൈഡ് ലിവിങ്സ്റ്റന്റെ ഷൂസ് മോഷ്ടിച്ചത് അദ്ദേഹത്തിന്റെ കടുത്ത ആരാധകനായ സ്റ്റാൻലി തന്നെയാണ് എന്ന്. ഇനി സ്റ്റാൻലിയുടെ മേൽ ചുമത്തപ്പെട്ട കേസിനെ കുറിച്ച് സംസാരിക്കാം. കോടതിയിൽ നിന്ന് ജഡ്ജ് സ്റ്റാൻലി യിൽനെറ്റ്സ് എന്ന് വിളിച്ചപ്പോൾ സ്റ്റാൻലിയും സ്റ്റാൻലിയുടെ അച്ഛനും മുത്തശ്ശനും എഴുന്നേൽക്കുകയാണ്. അതായത് സ്റ്റാൻലിയുടെ അച്ഛന്റെ പേരും മുത്തശ്ശന്റെ പേരും മരണപ്പെട്ടു പോയ മുതുമുത്തശ്ശന്റെ പേരും സ്റ്റാൻലി യിൽനെറ്റ്സ് എന്നാണ്. അവരുടെ കുടുംബ പാരമ്പര്യമാണ് അത്. മുതുമുത്തശ്ശന്റെ പേരാണ് സ്റ്റാൻലി യിൽനെറ്റ്സ്, മുത്തശ്ശന്റെ പേര് സ്റ്റാൻലി യിൽനെറ്റ്സ് 2, അച്ഛന്റെ പേര് സ്റ്റാൻലി യിൽനെറ്റ്സ് 3. അതേപോലെ നമ്മുടെ കഥാനായകന്റെ പേരാണ് സ്റ്റാൻലി യിൽനെറ്റ്സ് 4. അപ്പോൾ കേസ് ഇങ്ങനെയാണ് വന്നത്. മ്യൂസിയത്തിൽ എക്സിബിഷനിൽ വെച്ചിട്ടുണ്ടായ ക്ലൈഡ് ലിവിങ്സ്റ്റൺ എന്ന സൂപ്പർ ബേസ്ബോൾ താരത്തിന്റെ ഷൂസ് സ്റ്റാൻലി മോഷ്ടിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പോലീസ് അവനെ പിടികൂടി. 18 വയസ്സ് തികയാത്ത സ്റ്റാൻലിക്ക് ഈ കുറ്റത്തിന് 1.5 വർഷം വരെയാണ് ജുവനൈൽ ജയിൽ ശിക്ഷ ലഭിക്കുക. എന്നാൽ ജഡ്ജ് സ്റ്റാൻലിയോട് ഒരു കാര്യം പറയുകയാണ്. നിനക്ക് ഞാൻ 2 ഓപ്ഷൻസ് തരാം. ഒന്നാമത്തത് നിനക്ക് 1.5 വർഷം ജുവനൈൽ ജയിലിൽ കിടക്കാം. രണ്ടാമത്തത് 1.5 വർഷം ക്യാമ്പ് ഗ്രീൻ ലേക്കിൽ. അപ്പോൾ ആരായാലും ജയിലിന് പകരം ക്യാമ്പ് സെലക്ട് ചെയ്യും. അത് തന്നെയാണ് സ്റ്റാൻലിയും ചെയ്തത്. സ്റ്റാൻലി ക്യാമ്പ് ഗ്രീൻ ലേക്ക് സെലക്ട് ചെയ്തു. അങ്ങനെ 1.5 വർഷത്തെ ശിക്ഷ അനുഭവിക്കാനായി ക്യാമ്പ് ഗ്രീൻ ലേക്കിലേക്ക് സ്റ്റാൻലി പോവുകയാണ്. ഇനിയാണ് ട്വിസ്റ്റ്. ക്യാമ്പ് ഗ്രീൻ ലേക്ക് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല പച്ചപ്പൊക്കെയുള്ള നല്ല മനോഹരമായ തടാകമൊക്കെയുള്ള ഒരു ക്യാമ്പ് ആയിരിക്കും എന്നാണ്. എന്നാൽ അല്ല. പതിറ്റാണ്ടുകളായിട്ട് മഴ പെയ്യാത്ത പണ്ട് ഒരു തടാകമുണ്ടായ സ്ഥലമാണ് ക്യാമ്പ് ഗ്രീൻ ലേക്ക്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ ഒരു തടാകമായിരുന്നു ഉണ്ടായത്. എന്നാൽ മഴ പെയ്യാത്തത് കാരണം ആ ഭൂമി വരണ്ടു തുടങ്ങി. സാധാരണ ജയിൽ പോലെ വലിയ മതിലുകളോ ഇലക്ട്രിക് വയർസോ ഒന്നും ഈ ക്യാമ്പിലില്ല. സോ ആ ജുവനൈൽ ക്യാമ്പ് നോക്കി നടത്തുന്ന ഇദ്ദേഹത്തിന്റെ പേരാണ് സെവില്ലോ. സെവില്ലോ എപ്പോഴും സൺഫ്ലവർ സീഡ്സ് കഴിച്ചുകൊണ്ടാണ് നടക്കുന്നത്. സ്റ്റാൻലി യിൽനെറ്റ്സ് 4. അതെന്താടാ പേരിൽ ഒരു 4? അപ്പോൾ സ്റ്റാൻലി പറയാണ്, എന്റെ കുടുംബത്തിലെ പാരമ്പര്യമാണ് അത്. ഞാനാണ് 4ാമത്തെ സ്റ്റാൻലി. അതേപോലെ എന്റെ ഫസ്റ്റ് നെയിം പിന്നിൽ നിന്ന് വായിക്കുകയാണെങ്കിൽ യിൽനെറ്റ്സ് എന്നാണ് വായിക്കുക. അതാണ് സ്റ്റാൻലി യിൽനെറ്റ്സ് എന്ന പേരിന്റെ പ്രത്യേകത. സെവിലോ ഫ്രിഡ്ജിൽ നിന്ന് കൊക്കക്കോള എടുത്തപ്പോൾ അത് തനിക്കാണ് എന്ന് കരുതി സ്റ്റാൻലി കൈനീട്ടി. എന്നാൽ അത് സ്റ്റാൻലിക്കല്ല, സ്റ്റാൻലിയെ ഇവിടെ കൊണ്ടുവന്ന ഓഫീസറിനാണ് സെവിലോ നൽകിയത്. നിനക്ക് ദാഹിക്കുന്നുണ്ടോ എന്ന് സെവിലോ ചോദിച്ചു. യെസ് സർ, എനിക്ക് ദാഹിക്കുന്നു. വെരി ഗുഡ്. അടുത്ത 1.5 വർഷം ഇനി ദാഹിച്ചിട്ട് നീ ഇവിടെ ജീവിക്കണം. വെള്ളം അമൂല്യമാണ്. ഇവിടെ വെള്ളം ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എല്ലാ ദിവസവും നിശ്ചിത കണക്കിൽ മാത്രമേ വെള്ളം കുടിക്കാൻ പറ്റൂ. അതേപോലെ ഇവിടെ മതിലുകളോ വാതിലുകളോ ഇല്ല. നിനക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഓടി രക്ഷപ്പെടാം. പക്ഷെ ഓടി രക്ഷപ്പെട്ടാൽ തന്നെ നീ ജീവനോടെ എവിടെയും എത്താനേ പോകുന്നില്ല. കാരണം ചുറ്റും ഡ്രൈ ലാൻഡ് ആണ്. വെള്ളവും ഭക്ഷണവും ഒന്നും ലഭിക്കത്തില്ല. സെവിലോ സ്റ്റാൻലിക്ക് യൂണിഫോം നൽകി. 2 യൂണിഫോം മാത്രമേ ഉള്ളൂ. ജോലി ചെയ്യുമ്പോൾ ഒരു യൂണിഫോം, ഉറങ്ങാൻ കിടക്കുമ്പോൾ മറ്റേ യൂണിഫോം. 3 ദിവസം കൂടുമ്പോൾ ജോലി ചെയ്യുമ്പോൾ ധരിച്ച യൂണിഫോം അലക്കാനായിട്ട് കൊണ്ടുപോകും. അപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇടുന്ന യൂണിഫോം ആയിരിക്കും ജോലി ചെയ്യുമ്പോൾ ഇടേണ്ടത്. എല്ലാ ദിവസവും 5 അടി നീളമുള്ള കുഴി കുഴിക്കണം. അതാണ് ഇവിടുത്തെ ജോലി. അതേപോലെ റാറ്റിൽ സ്നേക്സ് ഉണ്ടാവും, സൂക്ഷിക്കണം. എന്ത് റാറ്റിൽ സ്നേക്സോ എന്ന് പേടിച്ചിട്ട് സ്റ്റാൻലി ചോദിച്ചപ്പോൾ റാറ്റിൽ സ്നേക്കിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പേടിക്കേണ്ടത് യെല്ലോ സ്പോട്ടഡ് ലിസാർഡിനെയാണ്. അവന്മാര് കടിച്ചാല് സ്പോട്ടിൽ മരണപ്പെടും. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ സ്റ്റാൻലി ആകെ ഭയന്നു. ഇതിനേക്കാൾ ഭേദം യഥാർത്ഥ ജയിലിൽ പോകുന്നതായിരുന്നു എന്ന് സ്റ്റാൻലിക്ക് ഇപ്പോൾ തോന്നുകയാണ്. ഇദ്ദേഹമാണ് ക്യാമ്പിലെ കൗൺസിലറായ പെൻഡൻസ്കി. കുട്ടികളെ കൗൺസിൽ ചെയ്ത് നേരായ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, അതാണ് അദ്ദേഹത്തിന്റെ ജോലി. അവിടെ കാണുന്ന കാർ ആരുടേതാണ് എന്ന് പെൻഡൻസ്കിയോട് സ്റ്റാൻലി ചോദിച്ചു. അത് വാർഡന്റെ കാറാണ്. അപ്പോൾ സെവില്ലോ സാറ് വാർഡൻ അല്ലേ? അല്ല, അദ്ദേഹം അസിസ്റ്റന്റ് വാർഡനാണ്. യഥാർത്ഥ വാർഡൻ ഒരു സ്ത്രീയാണ് എന്ന് പെൻഡൻസ്കി സ്റ്റാൻലിയോട് പറയുകയാണ്. സ്റ്റാൻലി ക്യാമ്പിന്റെ അകത്തേക്ക് കിടക്കുന്ന സ്ഥലത്ത് ചെന്നു. അവിടെയുള്ള കുട്ടികളൊന്നും പുതുതായി വന്ന സ്റ്റാൻലിയോട് അത്ര നല്ല രീതിയിലൊന്നുമല്ല പെരുമാറുന്നത്. അവരൊക്കെ റാഗ് ചെയ്യുന്നത് പോലെയാണ് സ്റ്റാൻലിയോട് പെരുമാറുന്നത്. എന്നാൽ സീറോ എന്ന പേരുള്ള ഈ പയ്യൻ ആരോടും മിണ്ടാറില്ല. സൈലന്റ് ആയിട്ടുള്ള ഒരു പയ്യനാണ് സീറോ. ആദ്യത്തെ ദിവസം തന്നെ സ്റ്റാൻലിയെ തിയോഡർ എന്ന പയ്യനും ഗാങ്ങും തല്ലി താഴെ ഇടുന്നുണ്ട്. എന്നാൽ അവന്മാരെ തിരിച്ചു
മറ്റൊന്നും ചെയ്യാനോ പറയാനോ സ്റ്റാൻലി നിന്നിട്ടില്ല. ഭക്ഷണം കഴിക്കാൻ അവരുടെ കൂടെ തന്നെയാണ് സ്റ്റാൻലി ഇരുന്നത്. അപ്പോൾ സ്റ്റാൻലിയുടെ പ്ലേറ്റിലുള്ള ബ്രെഡ് റെക്സ് എന്ന പയ്യൻ എടുക്കുകയാണ്. നിന്റെ ആദ്യത്തെ ദിവസമല്ലേ, ഇത്രയൊക്കെ നീ കഴിച്ചാൽ മതി. എന്നിട്ട് അവര് സ്റ്റാൻലിയോട് എന്ത് കുറ്റത്തിനാണ് നീ അകത്തായത് എന്ന് ചോദിച്ചു. ഞാൻ ഒരു ഷൂസ് മോഷ്ടിച്ച കുറ്റത്തിനാണ് അകത്തായത്, പക്ഷേ ഞാൻ ആക്ച്വലി മോഷ്ടിച്ചതല്ല. അപ്പോൾ അവര് പറയാണ്, എല്ലാവരും അങ്ങനെ പറയത്തുള്ളൂ, ആരും അവർ ചെയ്ത കുറ്റം സമ്മതിക്കാൻ തയ്യാറല്ല. ബൈ ദ വേ, എവിടുന്നാണ് നീ ഷൂസ് മോഷ്ടിച്ചത്? സ്റ്റോറിൽ നിന്നാണോ അതോ വല്ലവന്റെയും കാലിൽ നിന്നാണോ? അപ്പോൾ സ്റ്റാൻലി പറയാണ്, ഞാൻ എവിടുന്ന് മോഷ്ടിച്ചതല്ല, ഞാൻ നടന്നു പോകുമ്പോൾ എന്റെ തലയിൽ വന്ന് വീണതാണ് അത് ക്ലൈഡ് ലിവിങ്സ്റ്റന്റെ ഷൂസ് ആയിരുന്നു. അപ്പോൾ ആരോടും സംസാരിക്കാത്ത സീറോ സ്റ്റാൻലിയോട് ചോദിക്കാണ്, ആ ഷൂസിൽ ഒരു റെഡ് എക്സ് മാർക്ക് ഉണ്ടായിരുന്നോ? അതെ, ആ ഷൂസ് തന്നെയാണ് അത്. അപ്പോൾ അത് വളരെ ഫേമസ് ആയിട്ടുള്ള ഷൂസ് ആണ്. സോ ഗൈസ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചരിത്രമുണ്ട്. ഒരു ദിവസം അവര് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ സ്റ്റാൻലിയുടെ മുത്തശ്ശൻ അദ്ദേഹത്തിന്റെ അച്ഛനെ കുറിച്ച് പറയുകയാണ്. അതായത് ആദ്യത്തെ സ്റ്റാൻലി യെല്ലറ്റ്സ്. അദ്ദേഹം വലിയ ഒരു പണക്കാരനായിരുന്നു. വലിയ വലിയ കമ്പനിയിലെ ഷെയർസ്, ഗോൾഡ്, ഡയമണ്ട്സ്, അങ്ങനെ വിലമതിക്കാനാവാത്ത സ്വത്തുക്കളായിരുന്നു സ്റ്റാൻലിയുടെ മുതുമുത്തശ്ശന്റെ അഥവാ ആദ്യത്തെ സ്റ്റാൻലി യെല്ലറ്റ്സിന്റെ കൈവശം ഉണ്ടായത്. എന്നാൽ നാട്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എല്ലാവരും ഭയക്കുന്ന കൊള്ളക്കാരിയാണ് കിസ്സിംഗ് കേറ്റ് ബാർലോ. പുള്ളിക്കാരിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, കൊള്ള നടത്തി കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ പുള്ളിക്കാരി കൊല്ലപ്പെട്ടവരുടെ നെറ്റിയിൽ ചുംബിക്കും. അതുകൊണ്ട് തന്നെയാണ് കിസ്സിംഗ് കേറ്റ് ബാർലോ എന്ന് ഈ കൊള്ളക്കാരി അറിയപ്പെടുന്നത്. അപ്പോൾ മുതുമുത്തശ്ശന്റെ സ്വത്ത് മുഴുവനും കൊള്ളയടിച്ചത് കിസ്സിംഗ് കേറ്റ് ബാർലോ എന്ന കൊള്ളക്കാരിയാണ്. എന്നാൽ പുള്ളിക്കാരി അദ്ദേഹത്തെ കൊല്ലാതെ വെറുതെ വിട്ടു. അദ്ദേഹത്തിന്റെ സകല സ്വത്തും സൂക്ഷിച്ചു വെച്ചിട്ടുള്ള പെട്ടിയിൽ അദ്ദേഹത്തിന്റെ പേരുമുണ്ട്. 16 ദിവസമാണ് മുതുമുത്തശ്ശൻ ആ മരുഭൂമിയിൽ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ അതിജീവിച്ചത്. എങ്ങനെയാണ് അതിജീവിച്ചത് എന്ന് ചോദിച്ചാൽ, അദ്ദേഹം പറയുന്ന കാര്യമാണ് ഗോഡ് സ്റ്റംപ് അഥവാ ദൈവത്തിന്റെ തള്ളവിരൽ. എന്നാൽ മുതുമുത്തശ്ശൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ആർക്കും ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. ഇനി നമ്മൾക്ക് പ്രസന്റിലേക്ക് തിരിച്ചു വരാം. അടുത്ത ദിവസം പുലർച്ചയ്ക്ക് തന്നെ കുട്ടികൾ എല്ലാവരും എഴുന്നേറ്റു. ജോലി ആരംഭിക്കാനായി. എന്നാണ് സ്റ്റാൻലി ആദ്യമായിട്ട് ക്യാമ്പിൽ നിന്ന് ജോലി ചെയ്യാനായി പോകുന്നത്. സെവിലോ സ്റ്റാൻലിക്ക് കുഴിക്കേണ്ട സ്ഥലം കാണിച്ചു കൊടുത്തു. എന്തെങ്കിലും കിട്ടിയാൽ അപ്പോൾ എന്നെ വിവരം അറിയിക്കണം. നിനക്ക് എന്തെങ്കിലും കുഴിച്ചിട്ട് കിട്ടുകയാണെങ്കിൽ പിന്നെ ആ ദിവസം നീ പണിയെടുക്കേണ്ട, അതാണ് നിന്റെ പ്രതിഫലം. സർ, ഒരു സംശയം ചോദിക്കട്ടെ, ഇങ്ങനെ എല്ലാ ദിവസവും കുഴി കുഴിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? ഇവിടെ കുഴിച്ചാൽ എന്താണ് കിട്ടുക? സി, നിങ്ങളെ കൊണ്ട് കുഴി കുഴിപ്പിക്കുന്നത് ഒന്നും കിട്ടാൻ വേണ്ടിയല്ല, നിങ്ങളുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു പഴയ ഫിലോസഫിയാണ്. അതിൽ പറയുന്നത്, മോശമായ മനസ്സുള്ള ആളുകൾ ദിവസവും കുഴി കുഴിച്ചാൽ അവരുടെ മനസ്സ് നന്നാവും. ഇതായിരുന്നു സെവില്ലോ സ്റ്റാൻലിക്ക് കൊടുത്ത മറുപടി. അപ്പോൾ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ കുഴി കുഴിക്കാൻ സ്റ്റാൻലി നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട്. അതേപോലെ സ്റ്റാൻലിയെ ഉപദ്രവിക്കാൻ വേണ്ടി മറ്റു കുട്ടികൾ അവര് കുഴിച്ച കുഴിയിൽ നിന്നുള്ള മണ്ണ് സ്റ്റാൻലിയുടെ കുഴിയിലേക്ക് ഇടുന്നുമുണ്ട്. അപ്പോൾ അത് സ്റ്റാൻലിക്ക് നല്ല ബുദ്ധിമുട്ട് തന്നെ ആവുന്നുണ്ട്. അവന്മാരോട് അങ്ങനെ ചെയ്യലേ എന്നൊക്കെ സ്റ്റാൻലി പറയുന്നുണ്ടെങ്കിലും അവന്മാര് അത് കേൾക്കാൻ തയ്യാറല്ല. അവര് സ്റ്റാൻലിയോട് ഇങ്ങനെ ചെയ്യുന്നത് കാണുന്ന സീറോക്ക് മനസ്സിൽ ദേഷ്യം വരുന്നൊക്കെയുണ്ട്. ആദ്യത്തെ ദിവസം പണിയെടുക്കുമ്പോൾ തന്നെ സ്റ്റാൻലിയുടെ കയ്യിൽ തഴമ്പൊക്കെ വന്നതായി കാണാം. എല്ലാ ദിവസവും ഏറ്റവും ആദ്യം കുഴി കുഴിച്ചു കഴിയുന്നത് സീറോ ആണ്. അവൻ വളരെ വേഗത്തിൽ കുഴി കുഴിക്കും. കാരണം അവൻ അനാവശ്യമായിട്ട് സംസാരിച്ച് നേരം കളയാനൊന്നും നിൽക്കാറില്ല. അവൻ ഏൽപ്പിച്ച ജോലി അവന് പെട്ടെന്ന് ചെയ്തു തീർക്കും. അപ്പോൾ അത്രയും വേഗത്തിൽ 5 അടി നീളമുള്ള കുഴി സീറോ കുഴിക്കുന്നത് കാണുമ്പോൾ എല്ലാവർക്കും അത്ഭുതമാണ്. ഇവനെ കൊണ്ട് മാത്രം എങ്ങനെയാണ് ഇത് ഇത്രയും വേഗത്തിൽ സാധിക്കുന്നത്? അതേപോലെ ഏറ്റവും അവസാനം കുഴി കുഴിച്ചു കഴിയുന്നത് നമ്മുടെ സ്റ്റാൻലിയാണ്. അവൻ വളരെ സ്ലോ ആണ്. എല്ലാവരും കുഴി കുഴിച്ചു കഴിഞ്ഞതിന് ശേഷം ക്യാമ്പിന്റെ അകത്തേക്ക് പോയിട്ടുണ്ട്. സ്റ്റാൻലിയാണ് അവസാനം കഴിഞ്ഞത്. എന്നാൽ സ്റ്റാൻലി കുഴിച്ചു കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് വരാൻ നോക്കിയപ്പോൾ എങ്ങനെയും പറ്റുന്നില്ല. അവസാനം ഒരുവിധം കഷ്ടപ്പെട്ടിട്ടാണ് സ്റ്റാൻലി താൻ കുഴിച്ച കുഴിയുടെ പുറത്തേക്ക് വന്നത്. രാത്രി കുളിച്ച് ജോലി ചെയ്ത യൂണിഫോം ഒക്കെ മാറ്റി കിടക്കാനായി പോകുമ്പോൾ സെവിലോ സ്റ്റാൻലിയുടെ നേർക്ക് തോക്ക് ചൂണ്ടുകയാണ്. അത് കണ്ട് സ്റ്റാൻലി ആളാകെ ഭയന്നു. സെവിലോ തന്നെ കൊല്ലാനായിട്ട് പോവുകയാണെന്ന് സ്റ്റാൻലിക്ക് മനസ്സിലായി. എന്നാൽ സെവിലോ തോക്ക് ചൂണ്ടിയത് സ്റ്റാൻലിയുടെ നേർക്കല്ല. അവിടെ പിന്നിലായിട്ട് ഏറ്റവും അപകടകാരിയായ യെല്ലോ സ്പോട്ടഡ് ലിസാർഡിനെ കാണാം. അതിനെ കൊല്ലാൻ വേണ്ടിയാണ് സെവിലോ തോക്ക് ചൂണ്ടിയത്. ആ ലിസാർഡ് സ്റ്റാൻലിയെ അറ്റാക്ക് ചെയ്യാനായി ചാടി വന്നു. അപ്പോഴേക്കും സെവിലോ ലിസാർഡിനെ വെടിവെച്ച് കൊന്നു കളഞ്ഞു. അതാമറ്റും കടിച്ചിരുന്നെങ്കിൽ സ്റ്റാൻലി അപ്പോൾ തന്നെ മരണപ്പെട്ടേനെ. അങ്ങനെ ഈ സംഭവത്തിന് ശേഷം രാത്രി ഉറങ്ങാൻ പോലും സ്റ്റാൻലിക്ക് പേടിയായി. ഉറങ്ങുന്ന സമയത്ത് ഈ യെല്ലോ ലിസാർഡ് ബെഡിലേക്ക് വന്നാലോ എന്നൊക്കെ ആലോചിച്ചിട്ട് അടുത്ത ദിവസം സ്റ്റാൻലി തന്റെ അമ്മക്ക് കത്തെഴുതുകയാണ്. അമ്മയെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി സ്റ്റാൻലി തനിക്ക് ഇവിടെ നല്ല സുഖമാണ് എന്നൊക്കെ പറഞ്ഞാണ് കത്തെഴുതുന്നത്. ഇവിടുത്തെ ഭക്ഷണമൊക്കെ നല്ല ടേസ്റ്റ് ആണ്. അതേപോലെ പ്യുവർ ആയിട്ടുള്ള നല്ല അടിപൊളി തണുത്ത വെള്ളമാണ് ഇവിടെ ലഭിക്കുന്നത്. അതേപോലെ എനിക്ക് ഇവിടെ നല്ല
അടിപൊളി കൂട്ടുകാരും കിട്ടി, ഞാൻ ഇവിടെ നല്ല ഹാപ്പിയാണ് എന്നൊക്കെ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സ്റ്റാൻലി അമ്മക്ക് കത്ത് എഴുതുന്നത്. എന്നാൽ സ്റ്റാൻലി കത്ത് എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരുത്തൻ സ്റ്റാൻലിയുടെ കത്ത് തട്ടിയെടുക്കുകയാണ്. എന്റെ പൊന്നു മോന് അമ്മയെ മിസ് ആവുന്നുണ്ടോ, മോന് കരയണ്ടേ എന്നൊക്കെ പറഞ്ഞ് അവൻ സ്റ്റാൻലിയെ കളിയാക്കുകയും സ്റ്റാൻലി എഴുതിയ കത്ത് അവൻ ചുരുട്ടിക്കൂട്ടി ഡസ്റ്റ്ബിനിൽ കളയുകയും ചെയ്തു. എന്നാൽ സ്റ്റാൻലി ആ കത്ത് ഡസ്റ്റ്ബിനിൽ നിന്നെടുത്ത് എൻവലപ്പിലാക്കി പോസ്റ്റ് ബോക്സിൽ ഇട്ടു. അപ്പോൾ സ്റ്റാൻലി ഇവിടെ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ സീറോ കാണുന്നുണ്ട്. സീറോ എന്ന ഈ ചെറിയ പയ്യന് മാത്രമാണ് സ്റ്റാൻലിയോട് നല്ല രീതിയിൽ പെരുമാറുന്നത്. ഒരു ദിവസം സ്റ്റാൻലിക്ക് തന്റെ കുഴിയിൽ നിന്ന് ഒരു മീനിന്റെ ഫോസിൽ ലഭിച്ചു. അതുമായി സ്റ്റാൻലി പെൻഡൻസ്കിയുടെ അടുത്ത് ചെന്നു. സർ, ഇന്ന് എനിക്ക് ജോലി ചെയ്യണ്ടല്ലോ. അപ്പോൾ പെൻഡൻസ്കി പറയാണ്, ഫോസിൽ കിട്ടിയിട്ടൊന്നും കാര്യമില്ല, പോയി ബാക്കി കുഴി മുഴുവനായിട്ടും കുഴിക്ക്. അപ്പോൾ പെൻഡൻസ്കിയോട് സ്റ്റാൻലി ഒരു സംശയം ചോദിക്കുകയാണ്. സർ, ഇവിടെ ശരിക്കും തടാകം തന്നെയായിരുന്നു ഉണ്ടായത്? അപ്പോൾ അദ്ദേഹം പറയാണ്, അതെ, നമ്മുടെ വാർഡൻ മാഡത്തിന്റെ മുത്തശ്ശന്റേതായിരുന്നു ഇവിടെ ഉണ്ടായ തടാകം മുഴുവനും. അങ്ങേര് ആ കാലത്ത് നാട്ടിലെ വലിയ ധനികനായിരുന്നു. ഇനി നമ്മൾക്ക് ആ ചരിത്രത്തിലേക്ക് പോകാം. വാർഡൻ മാഡത്തിന്റെ മുത്തശ്ശനാണ് നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനായ ചാൾസ്. ആ നാട്ടിൽ തന്നെ സവാള വിൽക്കുന്ന കച്ചവടക്കാരനാണ് സാം എന്ന ഇദ്ദേഹം. അവിടെയുള്ള ഒരു സ്കൂൾ ടീച്ചറാണ് കാത്രീൻ. പുള്ളിക്കാരിക്ക് സാം എന്ന ഇദ്ദേഹത്തെ ഭയങ്കര കാര്യമാണ്. കാരണം സാം ആളൊരു മിടുക്കനാണ്. വാർഡൻ മാഡത്തിന്റെ മുത്തശ്ശനായ ചാൾസിന് കാത്രീൻ എന്ന ഈ സ്ത്രീയെ ഇഷ്ടമാണ്. എന്നാൽ പുള്ളിക്കാരി അദ്ദേഹത്തെ അങ്ങനെ മൈൻഡ് ചെയ്യാറൊന്നുമില്ല. പുള്ളിക്കാരി സാമിനോടാണ് കൂടുതൽ അടുപ്പം കാണിക്കുന്നത്. അപ്പോൾ അതൊന്നും അങ്ങേർക്ക് അത്ര പിടിക്കുന്നില്ല. ഒരു ദിവസം പുള്ളിക്കാരി പറഞ്ഞേൽപ്പിച്ച സവാള നൽകാനായി സ്കൂളിൽ സാം എത്തി. അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ക്ലാസ് മുറിയിൽ മഴവെള്ളം കേറുന്നുമുണ്ട്. ഇത് ഞാൻ നന്നാക്കി തരാമെന്ന് കാത്രീനോട് സാം പറഞ്ഞു. നിനക്ക് ഈ പണിയൊക്കെ അറിയാമോ എന്ന് കാത്രീൻ ചോദിച്ചപ്പോൾ, എന്റെ ബോട്ട് താൻ കണ്ടിട്ടില്ലേ, അത് ഞാൻ സ്വന്തമായി എന്റെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ കാത്രീൻ ക്ലാസ് എടുക്കുമ്പോൾ സാം അവിടെ ജോലി എടുക്കും. അപ്പോൾ ഈ സമയമൊക്കെ കാത്രീന് സാമിനോട് ഇഷ്ടം തോന്നുന്നുണ്ട്. സാമിനും പുള്ളിക്കാരിയെ ഇഷ്ടമാണ്. എന്നാൽ രണ്ടുപേരും അവരുടെ ഉള്ളിലുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ല. ഒരു രാത്രി സ്കൂളൊക്കെ അടച്ച് വീട്ടിലേക്ക് പോകാൻ ഇരിക്കുന്ന കാത്രീനെ കാണാനായി ക്ലാസ്സിൽ ചാൾസ് എത്തുകയാണ്. അദ്ദേഹം എന്നിട്ട് വളരെ മോശമായിട്ട് പുള്ളിക്കാരിയോട് സംസാരിക്കുകയാണ്. എന്നാൽ അങ്ങേരുടെ മുഖത്ത് നോക്കിയിട്ട് തന്നെ എനിക്ക് തന്നോട് താല്പര്യമില്ല എന്ന് കാത്രീൻ പറഞ്ഞ് അവിടുന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ ഈ സംഭവമൊക്കെ അവിടെ ജോലി ചെയ്യുന്ന സാം കാണുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. സാമും കാത്രീനും ഇഷ്ടത്തിലാവുകയാണ്. ഒരു രാത്രി ചാൾസ് വീണ്ടും കാത്രീനെ കാണാനായി വരികയാണ്. എന്നാൽ അദ്ദേഹം കാണുന്നത് കാത്രീനും സാമും ചുംബിക്കുന്നതാണ്. അത് കണ്ടപ്പോൾ ചാൾസിന് നല്ല ദേഷ്യം വന്നു. അങ്ങനെ പ്രതികാരം ചെയ്യാൻ വേണ്ടി ചാൾസ് ആ സ്കൂൾ ഒട്ടാകെ കത്തിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു രാത്രി ചാൾസും തന്റെ ആളുകളും ആ സ്കൂൾ കത്തിക്കുകയാണ്. ഈ കാര്യം കംപ്ലൈന്റ് ചെയ്യാൻ പോലീസ് സ്റ്റേഷനിൽ കാത്രീൻ ഓടിയെത്തി. എന്നാൽ ആ ഓഫീസറൊക്കെ പണക്കാരനായ ചാൾസിന്റെ ആളാണ്. അദ്ദേഹം വളരെ മോശമായിട്ടാണ് കാത്രീനോട് സംസാരിക്കുന്നത്. നീ സാമിനെ ചുംബിച്ചു എന്നൊക്കെ കേട്ടല്ലോ, നീ എനിക്കും ഒരു കിസ് താ, അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ രക്ഷിക്കാം എന്നൊക്കെ ആ ഓഫീസർ വളരെ മോശമായിട്ട് കാത്രീനോട് പറയുകയാണ്. ആ ഓഫീസർ പറയുന്നതൊന്നും അനുസരിക്കാൻ കാത്രീൻ തയ്യാറല്ല. അതേപോലെ ഓഫീസർ പറയാണ്, നിന്റെ മറ്റവനെ ഇനി നീ ജീവനോടെ കാണത്തില്ല. അത് കേട്ട ഉടനെ സാമിനെ കാണാനായി കാത്രീൻ ഓടി ചെല്ലുകയാണ്. അപ്പോൾ പുള്ളിക്കാരി കാണുന്നത് സാമിനെ ചാൾസിന്റെ ആൾക്കാർ വെടിവെച്ച് കൊല്ലുന്നതാണ്. അത് കണ്ട കാത്രീൻ പൊട്ടിക്കരയുകയാണ്. ഇപ്പോൾ കാത്രീന് ചാൾസിനോട് മാത്രമല്ല പക, ചാൾസിന്റെ ക്രൂരതക്ക് കൂട്ടുനിന്ന എല്ലാ നാട്ടുകാരോടുമാണ്. അങ്ങനെ ഒരു ദിവസം കാത്രീൻ തന്നോട് മോശമായി പെരുമാറിയ ഓഫീസറിനെ കാണാനായി വന്നു. താങ്കൾ എന്നോട് ചുംബനത്തിന് ചോദിച്ചതല്ലേ, അത് തരാനാണ് ഞാൻ വന്നത്. അപ്പോൾ ഓഫീസറിന് ഭയങ്കര സന്തോഷമായി. എന്നാൽ കാത്രീൻ തന്നെ തോക്ക് പുറത്തെടുക്കുകയും അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിന്റെ നെറ്റിയിൽ ചുംബിച്ചു. എങ്ങനെയാണ് ഒരു സാധാരണ ടീച്ചറായ കാത്രീൻ എന്ന സ്ത്രീ എല്ലാവരും ഭയക്കുന്ന കിസ്സിംഗ് കേറ്റ് ബാർലോ എന്ന് അറിയപ്പെടുന്ന കൊള്ളക്കാരിയായി മാറിയത്? അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ സ്റ്റാൻലിയുടെ മുതുമുത്തശ്ശന്റെ സകല സ്വത്തുക്കളും കൊള്ളയടിച്ചത് കാത്രീൻ അഥവാ കിസ്സിംഗ് കേറ്റ് ബാർലോ എന്ന കൊള്ളക്കാരിയാണ് എന്ന്. ഇനി നമ്മൾക്ക് ചരിത്രത്തിൽ നിന്നും പ്രസന്റിലേക്ക് തിരിച്ചു വരാം. സ്റ്റാൻലിക്ക് ഫോസിൽ കിട്ടിയ ദിവസം സ്റ്റാൻലിയുടെ അടുത്ത് റെക്സ് എന്ന പയ്യൻ വന്നിട്ട് പറയാണ്, ഇനി നിനക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് നീ കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഇപ്പൊ നീ ഒറ്റക്ക് വലിയ ആളാവാൻ നോക്കേണ്ട. എന്തെങ്കിലും എനിക്ക് കിട്ടുകയാണെങ്കിൽ അത് നീ എനിക്ക് നൽകണം. പെൻഡൻസ്കിക്ക് അത് ഞാൻ നൽകിക്കോളാം. സ്റ്റാൻലി അവനോട് തർക്കിക്കാനൊന്നും നിന്നിട്ടില്ല. അവൻ പറഞ്ഞ കാര്യം സ്റ്റാൻലി സമ്മതിച്ചു. ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, സീറോ എന്ന പയ്യൻ ആരോടും സംസാരിക്കാത്ത പയ്യനാണ് എന്ന് നമ്മൾ പറഞ്ഞതാണ്. എന്നാൽ അവൻ ആകെ കുറച്ചെങ്കിലും സംസാരിക്കാൻ താല്പര്യം കാണിക്കുന്നത് സ്റ്റാൻലിയോടാണ്. അതേപോലെ അവരുടെ കൗൺസിലറായ പെൻഡൻസ്കി എപ്പോഴും സീറോനെ കളിയാക്കിക്കൊണ്ട് പല കാര്യങ്ങൾ പറയും. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ സീറോക്ക് ദേഷ്യം വരും. എന്നാലും നിർത്താതെ പല കാര്യങ്ങൾ പറഞ്ഞ് അങ്ങേര് സീറോനെ പരിഹസിക്കും. ഒരു ദിവസം സ്റ്റാൻലി തന്റെ അമ്മയുടെ കത്ത് വായിക്കും.
വായിക്കുകയാണ്. സാമ്പത്തികമായിട്ട് അവര് നല്ലോണം ബുദ്ധിമുട്ടുന്നുണ്ട്. വാടക നൽകിയിട്ടില്ലെങ്കിൽ വീടൊഴിഞ്ഞു പോകാനായി ഓണർ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അമ്മ കത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻലി അമ്മയുടെ കത്ത് വായിക്കുമ്പോൾ അവിടെ 0 വന്നു. ഈ ക്യാമ്പിലെ ആകെ കത്ത് എഴുതുന്നതും വായിക്കുന്നതും സ്റ്റാൻലി മാത്രമാണ്. ബാക്കി കുട്ടികൾക്കൊന്നും ആ ശീലമില്ല. അതുകൊണ്ട് 0 സ്റ്റാൻലിയോട് ഒരു കാര്യം ചോദിക്കുകയാണ്. എനിക്ക് എഴുതാനും വായിക്കാനും അറിയത്തില്ല. നീ എന്നെ അക്ഷരങ്ങളും എഴുതാനും വായിക്കാനും ഒക്കെ പഠിപ്പിക്കാമോ? അപ്പോൾ എനിക്കിവിടെ കുഴി കുത്താൻ തന്നെ നേരമില്ല. അപ്പോഴാണ് ഇനി നിന്നെ കൂടി പഠിപ്പിക്കാനായിട്ട് ഞാൻ തയ്യാറല്ല. അതേപോലെ ഞാൻ നല്ലൊരു ടീച്ചർ അല്ല എന്നൊക്കെ പറഞ്ഞ് സ്റ്റാൻലി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഗൈസ്, ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഒരുപാട് മണിക്കൂർ ചിലവഴിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. എന്നാൽ 90% ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നല്ല നല്ല വീഡിയോസ് കൊണ്ടുവരാൻ അത് എനിക്ക് വലിയ ഒരു മോട്ടിവേഷൻ തന്നെയായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ ബാക്ക് ടു ദി സ്റ്റോറി. ഒരു ദിവസം അവര് കുഴി കുഴിക്കുമ്പോൾ വീണ്ടും സ്റ്റാൻലിക്ക് ഒരു സാധനം കിട്ടുകയാണ്. അത് വേറൊന്നുമല്ല, അതൊരു പഴയ കാലത്തെ ലിപ്സ്റ്റിക്കിന്റെ ട്യൂബാണ്. അതിൽ KB എന്ന് എഴുതിയതായിട്ടും സ്റ്റാൻലി കണ്ടു. സോ സ്റ്റാൻലിയോട് റെക്സ് പറഞ്ഞതാണ് എന്ത് കിട്ടിയാലും അവന് നൽകണം, അവൻ അത് പെൻഡൻസ്കിക്ക് നൽകുമെന്ന്. അങ്ങനെ റെക്സ് സ്റ്റാൻലിക്ക് കിട്ടിയ ട്യൂബ് സ്റ്റാൻലിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് പെൻഡൻസ്കിക്ക് കൊടുക്കാനായി പോവുകയാണ്. അപ്പോൾ റെക്സിനോട് സ്റ്റാൻലി ഒരു ഐഡിയ പറയുകയാണ്. എന്തായാലും ഇന്ന് ജോലി ചെയ്ത് തീരാനായില്ലേ, അതുകൊണ്ട് ഇന്ന് അത് കൊടുക്കേണ്ട, നാളെ അത് കൊടുത്താൽ മതി. അപ്പോൾ നാളെ ഫുൾ ഡേ നിനക്ക് റെസ്റ്റ് എടുക്കാമല്ലോ. യാ മോനെ, നീ വല്ലാത്തൊരു ബുദ്ധിശാലി തന്നെയാണ് എന്ന് റെക്സ് സ്റ്റാൻലിയോട് പറഞ്ഞു. അങ്ങനെ സ്റ്റാൻലി പറഞ്ഞതുപോലെ അടുത്ത ദിവസം റെക്സ് ആ ട്യൂബ് അവന്റെ കുഴിയിലിട്ടു. എന്നിട്ട് അത് അവിടുന്ന് കണ്ടെത്തിയതുപോലെ എടുക്കുകയും പെൻഡൻസ്കിക്ക് നൽകുകയും ചെയ്തു. അപ്പോൾ ആ ട്യൂബ് കണ്ടപ്പോൾ അദ്ദേഹം ശരിക്കും ഷോക്കായി. ആ കാര്യം വാർഡനെ വിളിച്ചിട്ട് പറയുകയാണ്. അപ്പോൾ തന്നെ വാർഡൻ തന്നെ കാർ എടുത്തു വളരെ വേഗത്തിൽ വരുന്നതായി കാണാം. സോ നമ്മൾ വാർഡൻ ആരാണ് എന്ന് ഇതുവരെ കണ്ടിട്ടില്ല. സോ വാക്കർ എന്ന പേരുള്ള ഈ സ്ത്രീയാണ് വാർഡൻ. നമ്മൾ നേരത്തെ ചരിത്രം പറഞ്ഞപ്പോൾ ചാൾസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ, അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയാണ് വാക്കർ. അപ്പോൾ വാക്കർ റെക്സിനോട് എവിടുന്നാണ് ഇത് കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ അവൻ അവന്റെ കുഴി കാണിച്ചു കൊടുത്തു. പുള്ളിക്കാരി ഇപ്പോൾ നല്ല സന്തോഷത്തിലാണ്. പിന്നീട് പുള്ളിക്കാരിയാണെങ്കിൽ എല്ലാ കുട്ടികളോടും റെക്സ് കുഴിച്ച ആ കുഴിയുടെ അടുത്ത് കുഴിക്കാനായിട്ട് പറയുകയാണ്. അങ്ങനെ എല്ലാവരും ആ ഒരൊറ്റ സ്ഥലത്താണ് കുഴിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ഈ വാക്കർ എന്ന സ്ത്രീ ഈ കുട്ടികളെ കൊണ്ട് കുഴി കുഴിപ്പിക്കുന്നതിന് പിന്നിൽ എന്തോ കാര്യമായിട്ടുള്ള ഉദ്ദേശമുണ്ട്. പക്ഷെ ഗൈസ്, നമ്മൾക്കിപ്പോൾ അറിയാം അവർ ഇപ്പോൾ കുഴിക്കുന്നത് ആ ട്യൂബ് കിട്ടിയ യഥാർത്ഥ സ്ഥലത്തുനിന്നല്ല. റെക്സ് കള്ളം പറഞ്ഞ അവന്റെ സ്ഥലമാണ് അവരൊക്കെ ഇപ്പോൾ കുഴിക്കുന്നത്. അപ്പോൾ എത്ര കുഴിച്ചിട്ടും വാക്കറിന് തന്നെ ലക്ഷ്യത്തിലേക്ക് എത്താനായി കഴിയുന്നില്ല. പുള്ളിക്കാരി നല്ല പ്രഷറിലാണ്. കുട്ടികളോടൊക്കെ നല്ല ദേഷ്യത്തിലാണ് പുള്ളിക്കാരി സംസാരിക്കുന്നത്. റെക്സിനോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, ഇവിടുന്ന് തന്നെയാണോ നിനക്ക് ആ ട്യൂബ് കിട്ടിയത് എന്ന്. അപ്പോൾ യെസ് മാഡം, ഇവിടുന്ന് തന്നെയാണ് എന്നൊക്കെ റെക്സ് വാർഡൻ വാക്കറിനോട് കള്ളം പറയുന്നുണ്ട്. ദിവസങ്ങൾ ഇപ്പോൾ ആഴ്ചകളായി. സ്റ്റിൽ വാക്കറിന് അവിടെ കുഴിച്ചിട്ടൊന്നും താൻ അന്വേഷിക്കുന്ന സാധനം കിട്ടിയിട്ടില്ല. ഒരു ദിവസം സെവില്ലോ തന്റെ ട്രക്കിൽ നിന്ന് കുട്ടികൾക്ക് അവരുടെ ക്യാനിൽ വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ആ സമയം അദ്ദേഹം കാണാതെ അദ്ദേഹത്തിന്റെ ട്രക്കിൽ നിന്ന് റിക്കി എന്ന പയ്യൻ അദ്ദേഹം എപ്പോഴും കഴിക്കുന്ന സൺഫ്ലവർ സീഡ്സിന്റെ പാക്കറ്റ് മോഷ്ടിച്ചു. അദ്ദേഹം പോയതിനു ശേഷം റിക്കി എല്ലാവരോടും പറയാണ്, ഗൈസ്, ഞാൻ നിങ്ങൾക്കായി എന്താണ് പൊക്കിയത് എന്ന് നോക്കൂ. സെവില്ലോ സാറിന്റെ സൺഫ്ലവർ സീഡ്സ് അല്ലേ അത്. നീ ഇത് മോഷ്ടിച്ചത് അറിഞ്ഞാൽ അങ്ങേര് നിന്നെ വെറുതെ വിടത്തില്ല. അപ്പോൾ റിക്കി പറയാണ്, അതിന് അങ്ങേരത് അറിയാനായിട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ തന്നെ സെവിലോ അതേ സ്പീഡിൽ തിരിച്ചു വരികയാണ്. സൺഫ്ലവർ സീഡ് കാണാതായത് മനസ്സിലാക്കിയിട്ട് റിക്കി പേടിച്ചിട്ട് സൺഫ്ലവർ സീഡ്സ് സ്റ്റാൻലിയുടെ അടുത്തേക്ക് എറിയുകയാണ്. സ്റ്റാൻലി അത് പെട്ടെന്ന് മണ്ണിൽ കുഴിച്ചിടാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ സെവിലോ അവിടെ എത്തിയപ്പോൾ സ്റ്റാൻലിയുടെ കുഴിയിൽ തന്നെ സൺഫ്ലവർ സീഡ്സ് കണ്ടു. ഇത് ഇവിടെ എങ്ങനെയാണ് എത്തിയത് എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ റിക്കി അവിടെ പേടിച്ചു നിൽക്കുന്നത് സ്റ്റാൻലി കണ്ടു. അങ്ങനെ സ്റ്റാൻലി ആ കുറ്റം സ്വയം ഏറ്റെടുക്കുകയാണ്. സോറി സർ, ഞാനാണ് സാറിന്റെ ട്രക്കിൽ നിന്ന് ഇത് മോഷ്ടിച്ചത്. അങ്ങനെ അദ്ദേഹം സ്റ്റാൻലിയെ കൂട്ടി വാർഡന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. സ്റ്റാൻലി ചെയ്ത കുറ്റത്തിന് ശിക്ഷ കൊടുക്കാൻ വേണ്ടി. നീ ചെയ്ത കുറ്റം എന്താണ് എന്ന് വാക്കർ ചോദിച്ചപ്പോൾ എല്ലാം ഒരു ഭയവുമില്ലാതെ സ്റ്റാൻലി തുറന്നു പറയുകയാണ്. അപ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് മനസ്സിലായി ഇത് ചെയ്തത് സ്റ്റാൻലി അല്ല, അവൻ മറ്റാരെയോ രക്ഷിക്കാൻ വേണ്ടി സ്വയം കുറ്റം ഏറ്റെടുത്തതാണ് എന്ന്. മാഡം, ഇവൻ ചെയ്തത് വലിയ കുറ്റമാണ്, ഇവന് ശിക്ഷ കൊടുത്തേ മതിയാവും എന്നൊക്കെ സെവിലോ വാർഡനോട് പറഞ്ഞപ്പോൾ ദേഷ്യം പിടിച്ച വാക്കർ സെവിലോന്റെ മോന്ത അടിച്ചു പൊളിച്ചു. ആർക്ക് ശിക്ഷ കൊടുക്കണം കൊടുക്കേണ്ട എന്നൊക്കെ എനിക്കറിയാം, താൻ എന്നെ പഠിപ്പിക്കേണ്ട. പുള്ളിക്കാരി സ്റ്റാൻലിയോട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. സ്റ്റാൻലി അവിടെ തിരിച്ചെത്തിയപ്പോൾ എല്ലാവരും എന്താണ് നടന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഒന്നും നടന്നിട്ടില്ല, അവർ എന്നെ വെറുതെ വിട്ടു. സോ നമ്മൾക്കറിയാം എല്ലാവരും സ്റ്റാൻലിയോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. എന്നാൽ ഈ സംഭവത്തിന് ശേഷം എല്ലാ കുട്ടികളും സ്റ്റാൻലിയെ ബഹുമാനിക്കാൻ തുടങ്ങി. അവരൊക്കെ നല്ല അടിപൊളി ഫ്രണ്ട്സ് ആയി. അവൻ ധൈര്യശാലിയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി. വാർഡന്റെ കയ്യിൽ നിന്ന് അടികൊണ്ട സെവിലോന്റെ മുഖത്ത് വലിയ അടയാളം തന്നെ കാണാം. അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന്
സ്റ്റാൻലിയോട് വെറുപ്പാണ്. അടുത്ത ദിവസം സ്റ്റാൻലി വെള്ളത്തിനായി അദ്ദേഹത്തിന്റെ അടുത്ത് പോയപ്പോൾ സ്റ്റാൻലിക്ക് വെള്ളം കൊടുക്കാതെ അദ്ദേഹം വെള്ളം മറിച്ചു കളയുകയാണ്. അപ്പോൾ ദാഹിച്ചിരിക്കുന്ന സ്റ്റാൻലിക്ക് വെള്ളം നൽകിയത് സീറോ എന്ന പയ്യനാണ്. അതേപോലെ സ്റ്റാൻലി ആണെങ്കിൽ സീറോനോട് ഒരു കാര്യം പറയുകയാണ്. അന്ന് എനിക്ക് കിട്ടിയ ലിപ്സ്റ്റിക് ട്യൂബിൽ KB എന്ന് കണ്ടിട്ടില്ലേ, അതിന്റെ ഫുൾ ഫോം എന്താണ് എന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി. അത് ഫേമസ് കൊള്ളക്കാരിയായ കിസ്സിംഗ് കേറ്റ് ബാർലോന്റേതാണ്. പുള്ളിക്കാരുടെ എന്തോ സാധനമാണ് ഇവർ ഇവിടെ കുഴിച്ചുകൊണ്ട് അന്വേഷിക്കുന്നത്. സ്റ്റാൻലിയും സീറോയും ഇപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി. അങ്ങനെ സീറോനെ എഴുതാനും വായിക്കാനും ഒക്കെ പഠിപ്പിക്കാനും സ്റ്റാൻലി ആരംഭിച്ചു. അവന് അവന്റെ പേര് എഴുതാൻ സ്റ്റാൻലി പഠിപ്പിച്ചു. അപ്പോൾ സീറോ പറയാണ്, സീറോ എന്ന് എന്റെ യഥാർത്ഥ പേരല്ല, എന്റെ യഥാർത്ഥ പേര് ഹെക്ടർ സെറോണി എന്നാണ്. അവൻ ആരുമില്ല, അവൻ ആകെയുള്ളത് അവന്റെ അമ്മ മാത്രമാണ്. എന്നാൽ ഒരു ദിവസം അമ്മക്ക് അവനെ കാണാതെയായി. അങ്ങനെയാണ് സെറോണി തനിച്ചായത്. ഞാൻ എന്റെ അമ്മയെ ഒരുപാട് അന്വേഷിച്ചു, പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്റെ അമ്മയും എന്നെ അന്വേഷിക്കുന്നുണ്ടാവുമെന്നൊക്കെ സെറോണി സ്റ്റാൻലിയോട് പറയുന്നുണ്ട്. സെറോണിയെ എപ്പോഴും കൗൺസിലർ പെൻഡൻസ്കി കളിയാക്കാറുണ്ട് എന്ന് നമ്മൾ പറഞ്ഞതാണ്. ഒരു ദിവസം അങ്ങേര് അതിരുവിട്ട് അവനെ കളിയാക്കുകയാണ്. എന്നാൽ ഇപ്രാവശ്യം സെറോണി അനങ്ങാതെ അത് കേട്ടു നിൽക്കാൻ തയ്യാറല്ലായിരുന്നു. അവന്റെ കയ്യിലുള്ള ഷവല് വെച്ച് പെൻഡൻസ്കിയുടെ മോന്തക്കിട്ട് തന്നെ ഒരു വീക്ക് വെച്ചു കൊടുത്തു. എന്നിട്ട് സെറോണി അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. സെവില്ലോ അവന്റെ പിന്നാലെ ഓടുമ്പോൾ വാർഡൻ സെവില്ലോനോട് അവനെ വിട്ടേക്ക് എന്ന് പറയുകയാണ്. രക്ഷപ്പെട്ട് ഓടിപ്പോയാൽ തന്നെ അവന് അതിജീവിക്കാനൊന്നും കഴിയത്തില്ല. വാർഡന് സെവില്ലോനോട് സെറോണിയുടെ റെക്കോർഡിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവന്റെ റെക്കോർഡ്സ് ഒന്നും അവരുടെ കൈവശമില്ല. കാരണം ആരുമില്ലാത്ത ഒരു പയ്യനാണ് അവൻ. അവൻ ചത്താൽ തന്നെ അവനെ അന്വേഷിച്ച് ഇവിടെ ആരും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ സേഫ് ആണ് എന്നൊക്കെ സെവില്ലോ പറയുകയാണ്. സോ നമ്മുടെ സ്റ്റാൻലി ഇപ്പോൾ ആകെ സങ്കടത്തിലാണ്. കാരണം തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഓടിപ്പോയി. അവൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നൊന്നും അറിയത്തില്ല. എല്ലാവരും അപ്പോൾ പറയാണ് അവൻ എന്തായാലും ജീവിച്ചിരിക്കാൻ സാധ്യത കുറവാണ്. കാരണം ഒന്നാമത് ഭക്ഷണവും വെള്ളവുമില്ല. പോരാത്തതിന് റാറ്റിൽ സ്നേക്സും യെല്ലോ ലിസാർഡ്സും ഒരുപാടുള്ള സ്ഥലമാണ്. സ്റ്റാൻലി ഒച്ചത്തിൽ സീറോ സീറോ എന്ന് എന്നും വിളിക്കും. പക്ഷേ കാര്യമില്ല. ക്യാമ്പിൽ പുതിയ ഒരു പയ്യൻ വന്നു. അവൻ ചെയ്ത കുറ്റം എന്തെന്ന് വെച്ചാൽ അവൻ ഒരു ആഡംബര കാർ കണ്ടപ്പോൾ അതെടുത്ത് ഓടിക്കാൻ ആഗ്രഹം തോന്നി. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വെച്ച ഒരാളുടെ കാർ അവൻ മോഷ്ടിച്ച് ഓടിക്കുകയാണ്. ആ കുറ്റത്തിനാണ് അവൻ ഇവിടെ അകത്തായത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ നമ്മുടെ സ്റ്റാൻലിയുടെ മൈൻഡിൽ ഒരു ഐഡിയ വന്നു. സംഭവം വേറൊന്നുമല്ല, സെറോണിയെ കണ്ടുപിടിക്കാനായി അടുത്ത ദിവസം സെവില്ലോന് ട്രക്ക് മോഷ്ടിച്ച് രക്ഷപ്പെടാനായി സ്റ്റാൻലി തീരുമാനിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം കുട്ടികൾക്ക് ട്രക്കിൽ നിന്ന് വെള്ളം എടുത്തു കൊടുക്കാനായി ഇറങ്ങിയപ്പോൾ സ്റ്റാൻലി അങ്ങേരെ കാണാതെ വണ്ടിയിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വിട്ടു. സെവില്ലോ പിന്നാലെ ഓടിപ്പിടിച്ച് വണ്ടി നിർത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അങ്ങേരെ അവിടെയുള്ള ഒരു കുഴിയിൽ വീണു. പക്ഷെ നമ്മൾക്കറിയാം ഇവിടെ മുഴുവനും കുഴികളാണ് എന്ന്. സെവില്ലോ എവിടെയാണ് വീണത് എന്ന് നോക്കാൻ സ്റ്റാൻലി പിന്നോട്ട് നോക്കി വണ്ടി ഓടിക്കുകയാണ്. ഈ സമയം വണ്ടിയും ഒരു കുഴിയിലേക്ക് വീണു. സ്റ്റാൻലിയുടെ പ്ലാൻ പാളിപ്പോയി. എന്നാൽ സ്റ്റാൻലി ഇനി ഇവിടെ നിന്നാൽ അവർ ഉറപ്പായിട്ടും സ്റ്റാൻലിയെ ശിക്ഷിക്കും. കാരണം വലിയ ഒരു കുറ്റം തന്നെയാണ് സ്റ്റാൻലി ചെയ്തത്. അങ്ങനെ സ്റ്റാൻലിയും അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. സ്റ്റാൻലി ഇത് ചെയ്തത് കണ്ട് അവിടെയുള്ള എല്ലാ കുട്ടികൾക്കും സന്തോഷമായി. എല്ലാവരും സ്റ്റാൻലിക്ക് വേണ്ടി കൈയടിക്കുകയാണ്. സ്റ്റാൻലി ഓടി രക്ഷപ്പെടുമ്പോൾ എല്ലാവരും ടാറ്റ കാണിക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലി ഒരുപാട് മുന്നോട്ട് യാത്ര ചെയ്തെത്തിയപ്പോൾ അവിടെ ഒരു പഴയ ബോട്ട് കണ്ടു. ആൻഡ് അതിന്റെ അകത്ത് നമ്മുടെ സെറോണി ഉണ്ട്. നടന്ന കാര്യങ്ങളൊക്കെ സ്റ്റാൻലി സെറോണിയോട് പറഞ്ഞു. അതേപോലെ തന്റെ കൈവശമുണ്ടായ വെള്ളവും ഭക്ഷണവും സ്റ്റാൻലി സെറോണിക്ക് നൽകുന്നുമുണ്ട്. അങ്ങനെ അവരവിടെ ഇരിക്കുമ്പോഴാണ് ദൂരെയുള്ള ഒരു മല അവർ കണ്ടത്. ആ മല കാണുമ്പോൾ നമ്മുടെ കയ്യിലെ തള്ളവിരൽ പോലെ ഇല്ലേ എന്ന് സെറോണി സ്റ്റാൻലിയോട് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സ്റ്റാൻലിക്ക് തന്റെ മുതുമുത്തശ്ശന്റെ സംഭവം ഓർമ്മ വന്നു. കിസ്സിംഗ് കേറ്റ് ബാർലോ തന്നെ കൊള്ളയടിച്ചതിനു ശേഷം 16 ദിവസം മരുഭൂമിയിൽ എങ്ങനെയാണ് അതിജീവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാറുണ്ടായത് ഗോഡ് സ്റ്റം എന്നാണ്, ദൈവത്തിന്റെ തള്ളവിരൽ. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ മലയെ കുറിച്ചാണ് എന്ന് സ്റ്റാൻലിക്ക് മനസ്സിലായി. സ്റ്റാൻലിയും സെറോണിയും ആ മലയുടെ അടുത്ത് ചെന്ന് അതിന്റെ മുകളിലേക്ക് കയറുകയാണ്. ആ മല കയറുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ അതിസാഹസികമായിട്ട് തന്നെ അവര് രണ്ടുപേരും മലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ മല കയറുമ്പോൾ നമ്മുടെ സെറോണിക്ക് ദാഹിച്ച് ക്ഷീണം പിടിച്ച് ഒരു അടി പോലും മുന്നോട്ടേക്ക് വെക്കാൻ കഴിയാത്ത അവസ്ഥയായി. അപ്പോൾ സ്റ്റാൻലി സെറോണിയെ തന്റെ തോളിലിട്ടാണ് മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. മുകളിലെത്തിയപ്പോൾ സ്റ്റാൻലി കാണുന്നത് അവിടെ ശുദ്ധമായ വെള്ളമുണ്ട്. അതേപോലെ പഴങ്ങളും പച്ചക്കറികളുമുണ്ട്. ബോധമില്ലാതെ കിടക്കുന്ന സെറോണിയുടെ മുഖത്ത് വെള്ളമൊഴിച്ച് എഴുന്നേൽപ്പിച്ചു. അങ്ങനെ അവര് ആ മലയുടെ മുകളിൽ നിന്ന് വയറ് നിറയെ പഴങ്ങളും പച്ചക്കറികളും കഴിച്ചു. അതേപോലെ ഒരുപാട് വെള്ളവും കുടിച്ചു. അടുത്ത ദിവസം നമ്മുടെ സെറോണി കുറെ നാളുകളായി പറയാനിരിക്കുന്ന ഒരു ഞെട്ടിക്കുന്ന സത്യം സ്റ്റാൻലിയോട് തുറന്നു പറയുകയാണ്. അത് വേറൊന്നുമല്ല, നീ ജയിലിലാവാനുള്ള കാരണം ഞാനാണ്. അപ്പോൾ ആ ദിവസം എക്സിബിഷൻ നടക്കുന്ന മ്യൂസിയത്തിൽ സെറോണി ചെന്നു. അവിടെ നിന്ന് ക്ലൈഡ് ലിവിങ്സ്റ്റണിന്റെ ഷൂസ് കണ്ടപ്പോൾ സെറോണിക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ സെറോണി അത് മോഷ്ടിച്ചു. എന്നാൽ തന്റെ പിന്നിൽ പോലീസ് ഉണ്ട് എന്ന്
എന്ന് സെറോണിക്ക് മനസ്സിലായി. അങ്ങനെ ഒളിച്ചിരിക്കാൻ വേണ്ടി ഒരു കെട്ടിടത്തിന്റെ മുകളിൽ കയറുകയും താൻ മോഷ്ടിച്ച ഷൂസ് വലിച്ചെറിയുകയും ചെയ്തു. അങ്ങനെ ആ ഷൂസ് വീണതാണെങ്കിലോ നമ്മുടെ സ്റ്റാൻലിയുടെ തലയിൽ. അങ്ങനെയാണ് സ്റ്റാൻലി ആ മോഷണ കുറ്റത്തിന് അറസ്റ്റിലായത്. പക്ഷെ അതേ ദിവസം തന്നെ മറ്റൊരു മോഷണ കുറ്റത്തിന് സെറോണിയും പിടിയിലായി. ഇവിടെ ക്യാമ്പിലേക്ക് വന്ന ഈ സ്ത്രീ നമ്മുടെ സ്റ്റാൻലിയുടെ വക്കീലാണ്. അവൻ ഇവിടെ ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി ദേഷ്യം പിടിച്ചിട്ടൊക്കെ അവിടുന്ന് ഇറങ്ങി പോകുന്നത് കാണാം. ഇവര് എന്തെങ്കിലും ചെയ്തേ മതിയാവും, അല്ലെങ്കിൽ 3 പേരും പ്രശ്നത്തിലാവും. സോ ഗൈസ്, ഇവിടെ വാക്കർ എന്താണ് അന്വേഷിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? വേറൊന്നുമല്ല, കാത്രിൻ എന്ന കൊള്ളക്കാരി മോഷ്ടിച്ച വിലപിടിപ്പുള്ള വസ്തുക്കളുള്ള ഒരു പെട്ടിയുണ്ട്. അത് പുള്ളിക്കാരി ഇവിടെ എവിടെയോ ആണ് പതിറ്റാണ്ടുകൾക്ക് മുൻപ് കുഴിച്ചിട്ടത്. വാക്കറും പുള്ളിക്കാരിയുടെ അച്ഛനും കാത്രിന്റെ അടുത്ത് ചെന്ന് അത് ചോദിക്കുകയാണ്. എന്നാൽ കാത്രിൻ അത് പറയാൻ തയ്യാറല്ല. അതേപോലെ നിങ്ങൾക്ക് എന്നെ കൊല്ലാമെന്ന് പറഞ്ഞ് തന്റെ തോക്കും അവർക്ക് കൊടുക്കുകയാണ്. നിങ്ങൾ 100 വർഷം കുഴിച്ചാലും നിങ്ങൾക്ക് അത് കണ്ടെത്താൻ കഴിയത്തില്ല. സാമിന്റെ ഓർമ്മക്കായി കാത്രിനും മരിക്കാനായിട്ട് തീരുമാനിച്ചു. അവിടെ പുള്ളിക്കാരിയുടെ അടുത്ത് ഒരു യെല്ലോ ലിസാർഡ് ഉണ്ട്. അതിനെ പിടിച്ച് സ്വയം തന്റെ കയ്യിൽ കടിപ്പിച്ചു. അങ്ങനെയാണ് കാത്രിൻ മരണപ്പെട്ടത്. പുള്ളിക്കാരിയുടെ മരണത്തിന് ശേഷം വാക്കറിന്റെ അച്ഛൻ സകല സ്ഥലത്തും കുഴിച്ചു നോക്കാനേ തുടങ്ങി. എന്നാൽ അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അച്ഛന്റെ മരണത്തിന് ശേഷം വാക്കർ അവിടെ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്ത് സകല സ്ഥലത്തും കുട്ടികളെ കൊണ്ട് അവിടെയൊക്കെ കുഴിപ്പിക്കാനേ തുടങ്ങി. എന്നാൽ ഇത് കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഫിലോസഫിയാണ്, തേങ്ങയാണ് എന്നൊക്കെയാണ് വാക്കർ മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചത്. അപ്പോൾ ക്യാമ്പിലേക്ക് ആരും കാണാതെ സ്റ്റാൻലിയും സെറോണിയും തിരിച്ചെത്തി. സ്റ്റാൻലിയും സെറോണിയും ഇപ്പോൾ കുഴിക്കുന്നത് അന്ന് സ്റ്റാൻലിക്ക് കാത്രിന്റെ ലിപ്സ്റ്റിക് ട്യൂബ് കിട്ടിയ സ്ഥലമാണ്. അവിടെ എന്താണുള്ളത് എന്ന് നോക്കാൻ. അങ്ങനെ അവര് രണ്ടുപേരും ആരും കാണാതെ കുഴിക്കാനായി തുടങ്ങുകയും അവസാനം അവർക്ക് പതിറ്റാണ്ടുകളായി വാക്കർ അന്വേഷിക്കുന്ന പെട്ടി കിട്ടുകയും ചെയ്തു. എന്നാൽ അവർക്ക് അത് കിട്ടിയപ്പോൾ അവിടെ വാക്കർ എത്തുകയാണ്. ഇതിനു വേണ്ടിയാണ് ഇത്രയും കാലം ഞാൻ കാത്തിരുന്നത്. എന്നാൽ ഇവിടെ അവർ നിൽക്കുന്ന കുഴിയിൽ ഒരുപാട് യെല്ലോ ലിസാർഡ്സ് വന്നതായി കാണാം. സ്റ്റാൻലിയുടെയും സെറോണിയുടെയും ദേഹത്ത് അത് കയറുകയാണ്. ഒരൊറ്റൊരു കടി മതി അവരുടെ ജീവൻ നഷ്ടപ്പെടാൻ. അപ്പോൾ യെല്ലോ ലിസാർഡ്സ് ഉള്ളത് കൊണ്ട് ഇവർക്കാണെങ്കിൽ അവരെ ഒന്നും ചെയ്യാനും കഴിയത്തില്ല. ആ രാത്രി മുഴുവനും അവര് അങ്ങനെ തന്നെ നിന്നു. അടുത്ത ദിവസം നോക്കിയപ്പോൾ ഇപ്പോഴും അവരുടെ ദേഹത്ത് യെല്ലോ ലിസാർഡ്സ് ഉണ്ട്. അതേപോലെ ഈ സമയം സ്റ്റാൻലിയുടെ വക്കീല് പോലീസിനെ കൂട്ടി അവിടെ വന്നിട്ടുണ്ട്. സ്റ്റാൻലിയെ ക്യാമ്പിൽ നിന്ന് കാണാതായതുകൊണ്ട്. സ്റ്റാൻലി, നിന്റെ സെക്കൻഡ് നെയിം ഫസ്റ്റ് നെയിം തിരിച്ചിട്ടതാണോ എന്ന് സെറോണി ചോദിച്ചപ്പോൾ അതെ എന്ന് സ്റ്റാൻലി മറുപടി കൊടുത്തു. ഇവര് രണ്ടും കൽപ്പിച്ച് ആ കുഴിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ആ ലിസാർഡ്സ് അവരെ ഒന്നും ചെയ്യാൻ നിന്നിട്ടില്ല. സെറോണിയുടെ കയ്യിലുള്ള പെട്ടി വാക്കർ തട്ടിയെടുക്കാനായി നോക്കുകയാണ്. ഇവര് രണ്ടുപേരും കൂടി എന്റെ വസ്തു മോഷ്ടിച്ചു എന്നൊക്കെ അവിടെ വന്ന് ഓഫീസറിനോട് വാക്കർ പറയുന്നുമുണ്ട്. അപ്പോൾ സെറോണി പറയാണ്, ഇത് അതിന് താങ്കളുടേതല്ല, ഇത് സ്റ്റാൻലിയുടേതാണ്. അവന്റെ പേരും ഈ പെട്ടിയിലുണ്ട്. സോ ഗൈസ്, ആ പെട്ടിയിൽ നമ്മുടെ സ്റ്റാൻലിയുടെ ഫുൾ നെയിം കാണാം. സോ ഇത് നമ്മുടെ സ്റ്റാൻലിയുടെ മുതുമുത്തശ്ശന്റെ കാത്രിൻ കൊള്ളയടിച്ച സകല സ്വത്തുമുള്ള പെട്ടിയാണ്. അപ്പോൾ ഇവിടെ മോഷണം നടത്തിയത് സ്റ്റാൻലി അല്ല, വാക്കർ ആണ് എന്ന് ഓഫീസറിന് മനസ്സിലായി. അദ്ദേഹം പുള്ളിക്കാരി അറസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. സ്റ്റാൻലിയോട് വാ, വണ്ടിയിൽ കയറി, നിന്റെ ശിക്ഷാ കാലയളവ് അവസാനിച്ചു എന്ന് വക്കീല് പറഞ്ഞപ്പോൾ ഞാൻ സെറോണി ഇല്ലാതെ വരത്തില്ല എന്ന് സ്റ്റാൻലി പറയുകയാണ്. അപ്പോൾ വക്കീല് സെറോണിയുടെ റെക്കോർഡ്സ് സെവിലോനോട് ചോദിച്ചപ്പോൾ സെറോണിയുടെ ഒരു റെക്കോർഡ്സും അവരുടെ കൈവശമില്ല. അതായത് ഈ സ്ഥാപനം അഥവാ ഈ ജയില് പല അഴിമതികൾ ചെയ്തുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് എന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായി. അങ്ങനെ വാക്കർ മാത്രമല്ല, സെവിലോയും പെൻഡൻസ്കിയും അറസ്റ്റിലാവുന്നുണ്ട്. പതിറ്റാണ്ടുകളായി മഴ പെയ്യാത്ത ആ സ്ഥലത്ത് ഇന്ന് മഴ പെയ്തു. അത് വലിയ ഒരു അത്ഭുതം തന്നെയാണ്. ആ മഴയത്ത് എല്ലാ കുട്ടികളും കളിക്കുന്നത് കാണാം. കൂട്ടുകാരോടൊക്കെ യാത്ര പറഞ്ഞ് സ്റ്റാൻലിയും സെറോണിയും ഒന്നിച്ചു പോവുകയാണ്. ഫൈനലി വീട്ടിലെത്തിയപ്പോൾ കുടുംബത്തിന്റെ കൂടെ അവര് ആ പെട്ടി ഓപ്പൺ ചെയ്തു. കോടികൾ വില വരുന്ന നിധിയാണ് അത്. ഇതിന്റെ പകുതി അവകാശം സെറോണിന്റേതാണ് എന്നും സ്റ്റാൻലി പറയുന്നുണ്ട്. സ്റ്റാൻലിയുടെ കുടുംബം അതിന് സമ്മതിച്ചു. കാണാതെയായ സെറോണിയുടെ അമ്മയെ സെറോണി കണ്ടെത്തുകയും അവർ ഒന്നിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കഥയുടെ അവസാനം അവര് രണ്ടുപേരും വലിയ പണക്കാരായി. സ്റ്റാൻലിയുടെ കുടുംബവും സെറോണിയുടെ കുടുംബവും സ്വന്തമായി വലിയ വീടൊക്കെ വാങ്ങിച്ചു. അവര് അയൽക്കാരുമാണ്. ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവിടെ കാണുന്ന ഈ വീഡിയോ കൂടി ക്ലിക്ക് ചെയ്ത് കാണും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.